അടിച്ച് വസ്തി വാങ്ങിയ അത്രേ ഉള്ളൂ. അകത്തി വെച്ച് പോടി. മീനടിച്ചിട്ടുണ്ട്. ഹെവി സാധനം കേട്ട്. പയ്യെ 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 വിടല്ലേ, കളയല്ലേ. ഹായ് ഗൈസ്, അപ്പോൾ താണ്ടെ നമ്മൾ 3 പേരുടെ പുതിയ സൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത് നമ്മൾ നേരെ കാണുന്ന ഈ ബാക്കിയാണ് സ്ഥലത്താണ് കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വാഹ ചെറുമീനൊക്കെ പിടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പം കാസ്റ്റ് ചെയ്ത് നോക്കാം എന്താ കിട്ടുമെന്ന് നോക്കാം കേട്ടോ. നേരെ കാസ്റ്റിങ്ങിലോട്ട്. ഓക്കെ, കൊടു 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 കൊടുക്കോട്ടോ. അയ്യ, ആദ്യമേ അടിക്കണ്ടായിരുന്നു. ശേ, അടിപൊളി. കാശ് നമുക്ക് ഫസ്റ്റ് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബ്രാവോയില് ഇട്ടേക്കുന്നേ, ബ്രാവോയില് ഇട്ടേക്കുന്നേ. നല്ല ഹെവി ചേറാൻ കേട്ടോ. അടിപൊളി ചേറാൻ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അതെ, ഫസ്റ്റ് നമ്മൾ വന്നപ്പോ ഫസ്റ്റ് ഒരുപാട് വിഷമിച്ചായിരുന്നു മീൻ പോയപ്പോ. ക്ഷീണം ഇന്നങ്ങ് മാറ്റി. അത്രേ ഞങ്ങള് വേറെ സ്പോട്ടിൽ വന്ന് ഞങ്ങൾ അതിന്റെ ക്ഷീണം മാറ്റി. ഒരു മീൻ ഇത്രയും തന്നെ ഇച്ചിരി ഉണ്ടായിരുന്നു, അത് പോയി. ബ്രാവോ, ബ്രാവോടെ പാണ്ടലടിച്ചേക്കുന്ന ഒരു രക്ഷയില്ല. കിട്ടുകേട്ട് അടിപൊളി ഹുക്കായിട്ടുണ്ട് കേട്ടോ. പൊളി പൊളി പൊളി. ഒരു ഹുക്കേ ആയിട്ടുണ്ട്, ഒറ്റ ഹുക്കേ ഉള്ളു, പക്ഷെ കിട്ടുകാട്ടാ കയറിയേക്കുന്നത്. ഫോട്ടോ എടുത്ത് രാവിലെ നമുക്ക് കിട്ടിയ മീനാട്ടോ. ഹെവി നല്ല കിടുക്കൻ ചേറാൻ. ബ്രാവ് ഇരിക്കുന്നുണ്ട് എൻ്റെ പൊന്നെ. ഇത്രയേ ഉള്ളു. കിടുക്കാച്ചി സാധനം, ഒന്നും പറയാനില്ല. അടിപൊളി സാധനം. നമ്മളെ കിലോമീറ്റർ താണ്ടി വന്നിട്ട് വെറുതെ ആയില്ല എന്തായാലും. അടിപൊളി ചേറാൻ കയറിട്ടോ. പൊളി 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 കേട്ടിട്ടോ. അതുകൊണ്ട് ആ ഉള്ളി കയറി, മനസ്സിലായോ? സിംഗിൾ ഹുക്കായിട്ട് തന്നെ കിട്ടിയതുണ്ട് സാധനത്തെ. ഹായ് ഗൈസ്, നമ്മളാണ്ട് ഇപ്പം പുതിയതായിട്ട് യൂസ് ചെയ്യുന്നൊരു ബ്രൈഡാട്ടോ. നെവർ ഫെയിൽ എന്ന് പറഞ്ഞ ബ്രൈഡാണ്. ഈ സാധനം മാർക്കറ്റിൽ കിടന്ന് കളിക്കാൻ പറഞ്ഞിട്ട് കുറച്ച് നാളായി. എല്ലാവരും റിവ്യൂ പറയുന്ന ഒരു രക്ഷയില്ല കേട്ടോ. മാരക റിവ്യൂ അതിനകത്ത് പറയുന്നത് എല്ലാവരും. അതുപോലെ നമ്മൾ സാധനം ഇറക്കിയിട്ടുണ്ട്, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പം നമ്മൾ കണ്ട സ്പൂൾ ചെയ്തിട്ടുണ്ട് സംഭവത്തെ കേട്ടോ. ഇതാണ് നമ്മുടെ സാധനത്തെ സ്പൂൾ ചെയ്ത് കയറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ലൈൻ ഒരു രക്ഷയില്ല. തിന്ന് ലൈൻ നമ്മൾ എടുത്തേക്കുന്നത് 22 LB ലൈനാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഒരു രക്ഷയില്ല. ഈ ബ്രൈഡിനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ഇത് യൂസ് ചെയ്തിട്ട് ബാക്കി റിവ്യൂ നമ്മൾ പറയുന്നതായിരിക്കും, എങ്ങനെ ഉണ്ടെന്നുള്ളത്. അതായത് ബ്രൈഡ് എങ്ങനെ ഉണ്ടെന്നും ഈ പൈസ നമ്മൾ എടുക്കുന്ന ബഡ്ജറ്റിൽ ഇത് സാധനം മുതലാണെന്നും നമുക്ക് മീനെയൊക്കെ പിടിച്ചിട്ട് ലാസ്റ്റ് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ സാധനം കേട്ടോ. നെവർ ഫെയിൽ. നെവർ ഫെയിൽ എന്ന പേരൊക്കെ മാരക പേരൊക്കെയാണ്. ഇനി വാഹയൊക്കെ പിടിക്കുമ്പോൾ അറിയാം ഫെയിലാണോ റിസൾട്ട് ഉണ്ടോ എന്നൊക്കെ. നേരെ go from living to dead. You got me seeing all red. Now I'm becoming a threat. I fucking heard what you said. I'll make you have some regrets. And no, I never forget. So now you have a few debts. That shit, it needs to be paid. With blood or some sort of pain. You caused a permanent stain, which has determined your fate. I've never seen so clear. I feel the end and it's near. The day of reckoning's here. The sound of deafening fear. You won't die if you try. You just might get a little bit of trouble. Right in your side, you would never see me coming. You won't die if you try. You just might get a little bit of trouble. Right in your side, you would never see me. My energy is next level, so damn you better be careful. I got an angel and devil, he snaps me straight in the temple. I'm ready to be a rebel. I've got a lot of potential hidden inside of this vessel. That shit is so exponential. I need a first class ticket to the top, no limit. I don't play no. അടിക്കാം, ഏത് നിമിഷം വേണേലും അടി പൊട്ടാം കേട്ടോ. അടിച്ച്
അവൻ്റെ അല്ല. അത്രേ ഉള്ളു. കയറ്റിക്കോ കളയല്ലേ, ലൂസാക്കരുത്. വരാല പയ്യെ മതി സ്റ്റിക്കൊന്നും ഓടിക്കരുത്. ഇച്ചിരി താന്നേ ചേർക്കുന്നുണ്ട്. അവിടെ പോയി പിടിക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് മീൻ നമ്മുടെ കയറുവാണ്. കയറിയില്ല, കയറുന്നു. മറി നമ്മുടെ ഫസ്റ്റ് മീൻ കയറിയാടാ. വരാലാണോ? ചേറാൻ അങ്ങനെ കാട്ടിനും വീട്ടിലൊക്കെ പോയി മീൻ പിടിക്കുന്നത്. ഇനി അങ്ങനെയാണെന്ന് പറയാം. അടുത്ത് പോയി ഷൂട്ട് ചെയ്യാൻ പോലും പറ്റത്തില്ല. നിച്ചാൽ പൊക്കി കാണിക്കാൻ പറ്റുമോ? ഹുക്ക് കറക്റ്റാണോ നോക്ക്. നാടൻ അത്രേ ഉള്ളു. പൊളി കൊല്ലിക്കകത്തിട്ടോ, കൊല്ലി വായിലുണ്ട്. മീനടിച്ചിട്ടുണ്ട്. അവൻ നെവർ ഫെയിലാണ്. ഇറങ്ങാൻ തോന്നുന്നു. സൗണ്ടൊക്കെ കേട്ടിട്ട് അടിയുടെ. വേണ്ട, പായൽ ചാപ്പ് കയറി. ചേറാന വലിയ സൈസൊന്നുമില്ല. പൊളി ഹുക്കപ്പ്. പോത്തില്ല. എനിക്ക് നൂല് നോക്കട്ടെ. അങ്ങോട്ട് വെള്ളത്തിൽ മാറ്റി. അവിടെ അവിട്ടാലും കുഴപ്പമില്ല. ഇപ്പം അടി കിട്ടി. അടി കൊണ്ടേക്കാ ഹലോ. വയസ്സണ്ടേ നമ്മുടെ രണ്ടാമത്തെ മീൻ കേട്ടോ. ചേറാൻ ഒരു 1 kg പ്ലസ് ഉള്ള സാധനം കേട്ടോ. ആശാൻ്റെ കണ്ണ് പോയി. കിടുക്കൻ ഹുക്കപ്പായിരുന്നു. പിന്നെ എന്താ മരണക്കളി കളിച്ചാലും പോകത്തില്ല. അമ്മാതിരി ഹുക്കപ്പ്. നമ്മുടെ ബ്രൈഡ് ഒരു രക്ഷയില്ല കേട്ടോ. പൊളി ബ്രൈഡാ. നമ്മളിതിപ്പം 4ാമത്തെ ചേറാൻ ഈ ബ്രൈഡാ പിടിക്കുന്നത് കേട്ടോ. അടിപൊളി. എന്നാ കളറാന്ന് നോക്കിയേ. എൻ്റെ മോനെ നല്ല ഉഗ്രൻ കളർ. ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി. കണ്ടാ കിടുക്കാച്ചി ചേറാൻ ഒരു രക്ഷയില്ല. നല്ല കിടുക്ക് കളർ. എന്താ ഫിന്നിരിക്കുന്നുണ്ട്. ഫിന്നൊക്കെ വിരിച്ചാൽ സെറ്റാണ്. ഒരു രക്ഷയില്ല. ഫ്രോഗ് ഉണ്ടല്ലോ അടിച്ച് വിഴുങ്ങി. 2 ഹുക്കും കയറി കേട്ടോ. ഒരെണ്ണം കണ്ണിൽ കൂടെയും ഒരെണ്ണം സൈഡിൽ കൂടെയും കയറി. കൊല്ലിക്കാത്തൊരു കയറ്റ. ലോങ് അടിക്കണേന്നായിരുന്നു എൻ്റെ ഒരു പ്രാർത്ഥന. എങ്കിലും ഈ ബ്രൈഡിൻ്റെ ഒരു ഇത് പവർ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. നെവർ ഫെയിൽ ഒരു രക്ഷയില്ല. കിടുക്കാച്ചി ബ്രൈഡാ കേട്ടോ.
കാലകത്തി വെച്ച് പോടി. അയ്യോ അനിയൻ്റെ അടുത്ത് പോവാ. ഇത് നോക്കണത് കണ്ടോളാം. രണ്ട് ഇന്നടത്ത് മീൻ പിടിച്ചിട്ട് ഞാൻ കയറിയാ. ഞാൻ ഇവിടെ മുള്ളുവേലി കിട്ടി. ഞാൻ ഇവിടെ പോയാൾ അതേപടി തിരിച്ചു വരുന്നുണ്ട്. പോയ ടീം അതേപടി തിരിച്ചു വരിക. അതൊക്കെയാണ് ഗൈസ് ഫിഷിങ്. അയ്യോ കുഴിയാണ്. ഇങ്ങോട്ട് വാ. എന്തോ നോക്കണ കന്നട്ടല്ലോട്ടോ നോക്കി. അവന് ഭ്രാന്ത. അവനവിടെ കണ്ടുപോയി. അവനാകെ 19 പേരുകൾ. അവനാ ചേമ്പലയുടെ വണ്ട കയറിയിരിക്കുന്നവരവിടെ പോയി. വിടല്ലേ പയ്യെ പിടിച്ചാ മതി. എന്റെ പൊന്നു കായ് ഒരു രക്ഷയില്ല കേട്ടോ. അന്യ സാധനം ചെറുക്കൻ അടിച്ചിട്ടുണ്ട്. നമ്മുടെ അനിയന് മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഹെവി സാധനം. പയ്യെ കയറ്റിയാ മതി. ഉണ്ട് 2 മിനിറ്റ് ഹോൾഡ് ചെയ്തേ വരുന്നത്. അനിയന് മീൻ അടിച്ചിട്ടുണ്ട്. ഹെവി സാധനം. ഹെവി സാധനം അടിച്ചിട്ടുണ്ട്. ചെരുപ്പൊക്കെ പോയി. ഹെവി സാധനം കേട്ട് പയ്യെ വിടല്ലേ, കളയല്ലേ. ഹെവി സാധനം. നിക്ക് അവിടെ പോയി എടുക്കാം. വലിക്കല് ഏതാണ് പടക്കുന്നുണ്ടോ? കയറ്റി അത്രയാണ്. പൊക്കി വലിയണ പൊട്ടാ. പൊട്ടിക്കല്ലേ. ഇത് ഹെവി സാധനം കേട്ടോ. ഹെവി ചെറ. ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. അവിടെ കിടക്കുന്നേ. നിക്ക് നീ പയ്യപ്പോ എടുത്തിട്ടോളാ. നീ ഞാൻ പോകാം. താന്ന് പോകത്തൊന്നുമില്ല. വിട്ടോ അല്ല. അയ്യോ കറക്റ്റ് ഹുക്കാൻ നോക്ക്. എന്നാ ഇങ്ങോട്ട് പയ്യെ വലിക്ക്. വിടരുത്, അല്ലെങ്കിൽ മീൻ്റെ ചാളകൂടെ കൈയിടാ. അവിടെ വെള്ളമില്ലല്ലോ. അവിടെ കൈ വിട് ലീഡറിലായി വിടറാ. നിക്ക് 1 സെക്കൻഡ്. എന്തോ ഹുക്ക് കയറി. ഞാൻ നിൽക്കരുത് വെള്ളോ. ഹെവി ചെറ പൊക്കമാടത്ത് ലേക്കേക്ക്. ഭയങ്കര വലുതാ. ഓ വലുതാന്ന്. നിക്ക്. ഒരു രക്ഷയില്ല കേട്ടോ. പൊളിയായിട്ട് തന്നെ പൊളിയാ. ഹെവി സാധനം നമ്മുടെ ചെറുക്കടിച്ച കേട്ടോ. ഒരു രക്ഷയില്ല. അന്യ സാധനം. ഒരു 3 കിലോ 4 കിലോ കുറേ സാധനം ഉണ്ട് കേട്ടോ. എൻ്റെ മോനെ ഞാൻ അവിടെ ആയിരുന്നു ഓട്ടി വന്നേ കേട്ടോ. അടിച്ചേക്കുന്നുണ്ടോ? ഏത് ഫ്രോന്ന് നോക്കി. ലിസാഡ് എൻ്റെ മോനെ ലിസാഡ് അടിച്ച മീനാട്ടോ. 2 ഹുക്കും കയറിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല. അന്യ സാധനം. കൊല്ലി ഈ വെള്ളത്തിൽ നിന്നാ പിടിക്കുന്ന കേട്ടോ. ടാസ്ക് പിടിച്ച പരിപാടിയാ. ടാസ്ക് ലിസാഡ് ഫ്രോഗൻ അടിച്ചേക്കുന്നേ. ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. ഫ്രോഗിന്റെ ഹുക്കപ്പ് റേഷ്യം മാരം സോഫ്റ്റ് അന്യായം. ഈ പറഞ്ഞത് ജൈന്റ് സാധനം ചെറുക്കൻ്റെ. ഇവിടെ അല്ലേ കൈസാടെ നല്ല ഹെവി സാധനം കേട്ടോ. 2 ചെറാനത്. ഒരു വരാലും ഒരു ചെറാനും കിടപ്പുണ്ട്. അവിടെ ചെറുക്കം പിടിച്ച സാധനം. ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. അയ്യോ ഞാൻ ഓടി വന്ന അവിടുന്ന്. ഒന്നും പറയാനില്ല. ഞാൻ കാണിക്കാൻ വിശദമായിട്ട് കാണിക്കാം. നമുക്ക് കിട്ടിയ മുതലാട്ടോ. ഒരു 3-4 കിലോ സൈസ് ഉണ്ട് കേട്ടോ. മൊത്തം 3 മീനുണ്ട്. അതിലൊരു നടുക്ക് കിടക്കുന്ന ചേറാനെ കണ്ടോ. ഒരു രക്ഷയില്ല. ഏറ്റ സാധനം അടിച്ച ഫ്രോ കാണിച്ച്. ഫ്രോ ഉണ്ടോ? ഒരു രക്ഷയില്ല. ഈ ഫ്രോയിൽ അടിച്ചേക്കുന്ന കേട്ടോ.
ലിസാർഡ് ഒരു രക്ഷയില്ലാത്ത ഫ്രോഗ, അന്യായ സോഫ്റ്റ് എഡീഷനും ഭയങ്കര ഹുക്കപ്പ് റേഷ്യോ കേട്ടോ. കണ്ടോ അതിൻ്റെ റിസൾട്ടാണ് ഈ കിടക്കുന്നത്. ഒരു 3-4 കിലോ റേഞ്ചെങ്കിലും കാണും കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ചേരാൻ അന്യ സാധനം. പൊള്ളി ഫ്രോഗ കേട്ടോ, ഒന്നും പറയാനില്ല, അടിപൊളി. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ കണ്ടേ ഫിഷിംഗ് ഒക്കെ നിർത്തും കേട്ടോ, വൈൻഡ് അപ്പ് ചെയ്യുവാണ്. കണ്ടേ നമുക്ക് കിട്ടിയ മോതലായിരുന്നു കണ്ടോ, ഒരു രക്ഷയില്ല, 3 കിലോ ഉണ്ട്, അന്യ സാധനം. അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുവാണെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല വെടിച്ചിൽ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ.